വലുവനായിരിക്കുന്ന ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തെ ആരാധിക്കുവാനും അവന് നന്ദി പറയുവാനുമായ സഭയായി കൂടി വരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ബലപ്പെടുത്തിയതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് വീണ്ടും ഒരു അവസരം കൂടി ദൈവം നമുക്ക് തരുന്നുവല്ലോ. ആ രീതിയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെയും ബലപ്പെടുത്തി എന്നുള്ള ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നമ്മളെ സഹായിക്കുകയും ഈ സമയത്ത് ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മൾ ചിന്തിച്ചതുപോലെ നമ്മളുടെ രാജ്യവും നമ്മൾ ഓരോരുത്തരും ഒരു യുദ്ധത്തിൻ്റെയും യുദ്ധഭീഷണിയുടെയും നടുവിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കാര്യം മാത്രമാണ് പറയുന്നത്. പക്ഷേ അതുപോലെ തന്നെ നമ്മളുടെ അയൽരാജ്യമായിരിക്കുന്ന പാകിസ്ഥാനിലെ ജനങ്ങളും ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതലായി യുദ്ധത്തിൻ്റേതായിരിക്കുന്ന ഭീഷണിയിലും ഭീതിയിലും കഴിഞ്ഞുകൂടുകയാണ്. നമുക്കറിയാം, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ യുദ്ധമെന്ന് പറയുന്നത് എപ്പോഴും സംഭവിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. എന്നാൽ യുദ്ധത്തേക്കാൾ ഉപരിയായി ഓരോ വ്യക്തികൾക്കും അവരുടേതായിരിക്കുന്ന രീതിയിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആകുലതകൾ ഒക്കെ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സാധ്യതകളല്ല, അങ്ങനെയുണ്ട്, നമുക്കറിയാം. കാരണം നാം ഓരോരുത്തരും ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടി നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ കേട്ടതായിരിക്കുന്ന വചനത്തിലും പ്രത്യേകാൽ 27-ാമത്തെ സങ്കീർത്തനത്തിലുമൊക്കെ ഒരു മനുഷ്യൻ, പ്രത്യേകാൽ അവനൊരു ദൈവഭക്തനായിരിക്കുന്ന മനുഷ്യനാണെങ്കിൽ അവൻ കടന്നു പോകുവാൻ സാധ്യതയുള്ളതായിരിക്കുന്ന ദുഃഖകരമായിരിക്കുന്ന ബുദ്ധിമുട്ടുള്ള ആകുലതകൾ നിറഞ്ഞതായിരിക്കുന്ന ഒരു സാഹചര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സന്ദർഭങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾക്ക് ദുഃഖങ്ങളുണ്ട്, ആകുലതകളുണ്ട്. അത് നമ്മൾക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ കർത്താവ് അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. അത് പറഞ്ഞ് താൻ നിർത്തിയില്ല. താൻ പറഞ്ഞു, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ വലിയവനായിരിക്കുന്ന ദൈവത്തിലാണ് നമ്മൾ ശരണപ്പെടുന്നത്, അവനിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ആകുലതകൾ വരുമ്പോൾ അതിൽ ഭ്രമിച്ചു പോകുവാൻ, അതിൽ നിരാശപ്പെട്ടു പോകുവാൻ, അല്ലെങ്കിൽ അതിൽ താളടിയായി പോകുവാൻ ഒരു ദൈവ പൈതലിനെക്കുറിച്ച് വലിയവനായിരിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രത്യുത ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അതിൽ നിന്ന് മുന്നോട്ട് കടന്നു പോകണം, അല്ലെങ്കിൽ മുന്നോട്ട് തൻ്റെ ജീവിതം നയിക്കണം എന്നുള്ളതാണ് ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യം. ഇന്ന് പ്രഭാതത്തിൽ വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഈ പ്രത്യേകമായിരിക്കുന്ന ആശയങ്ങളോടുള്ള ബന്ധത്തിൽ ചില ചിന്തകൾ പങ്കുവെക്കാം എന്നാണ് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ധൈര്യപ്പെടുന്നത്. നമുക്ക് നമ്മളുടെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യോഹന്നാൻ 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാനത് വായിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾക്ക് വളരെയധികം പരിചയമുള്ള വാക്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുകയും അതിൽ നിന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഈ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ഈ 3 വാക്യങ്ങളിൽ കർത്താവ് അവരോട് പറയുന്നത് ഒരു അളവറ്റതായിരിക്കുന്ന ഒരു സമാധാനത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു ആശ്രയത്തെക്കുറിച്ചാണ്. സ്വർഗീയമായിരിക്കുന്ന ഒരു സമാധാനം. അത് എത്രയോ മനോഹരമായിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്ക് സമാധാനത്തെക്കുറിച്ച്, ആശ്രയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് ചിന്തിക്കുവാൻ അല്ലെങ്കിൽ ആലോചിക്കുവാൻ സാധിക്കുന്നതായിരിക്കുന്ന, അല്ലെ നമ്മളോട് തന്നെ ചോദിക്കുവാൻ സാധിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: എൻ്റെ ആശ്രയം ഞാൻ എവിടെയാണ് വെച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ എൻ്റെ ഉറപ്പ്, എൻ്റെ ധൈര്യം ഞാൻ എവിടെയാണ് വെച്ചിരിക്കുന്നത്? നമുക്കറിയാം, ഈ ലോകത്തിലെ ആളുകളോട് നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിന് മറുപടിയായിട്ട് പറയുവാൻ സാധ്യതയുള്ളത് ഒരുപക്ഷെ അവരുടെ സമ്പാദ്യത്തിൽ, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിൽ, അല്ലെങ്കിൽ അവരുടെ മക്കളിൽ, ഒരുപക്ഷെ അവർക്ക് പരിചയമുള്ളതായിരിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും ശക്തന്മാരായിരിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനമുള്ള ആളുകളിൽ, ഇവരിലൊക്കെ ആശ്രയം വെക്കുന്നതായിരിക്കുന്ന ആളുകളെ നമുക്കറിയാം. നമ്മളും പലപ്പോഴും ആ രീതിയിൽ ആശ്രയങ്ങൾ വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവർ, ഇങ്ങനെയുള്ള ആശ്രയങ്ങളൊക്കെ ലോകപ്രകാരം ഒരുപക്ഷെ നമ്മൾക്ക് ചിലപ്പോഴെങ്കിലും പ്രയോജനപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നിരിക്കലും ഒരിക്കലും നമ്മളുടെ ശരിയായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ആവശ്യത്തിൻ്റെ സമയത്ത് ഇങ്ങനെയുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ആശ്രയങ്ങൾ നമ്മൾക്ക് മതിയാകുന്നതല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതെല്ലാം മാറിപ്പോകുന്നതായിരിക്കുന്ന ആശ്രയങ്ങളാണ്, അല്ലെങ്കിൽ ഉറപ്പുകളാണ്, സഹായങ്ങളാണ്.
നമ്മളുടെ ശരിയായിരിക്കുന്ന ആശ്രയവും നമ്മളുടെ പ്രത്യാശയും നമ്മളുടെ ധൈര്യവും നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്ന നമ്മളുടെ രക്ഷകനായിരിക്കുന്ന യേശു കർത്താവിൽ മാത്രമേ ഉള്ളൂ. അതാണ് നമ്മളിന്ന് പ്രഭാതത്തിൽ ചിന്തിച്ചത്. 27-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു, യഹോവ എൻ്റെ രക്ഷയും എൻ്റെ ബലവുമാകുന്നു. എത്രയോ അധികം ശത്രുക്കൾ, എത്രയോ അധികമായി ഭയങ്കരമായിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ആശ്രയം വെക്കുവാനായിട്ട് സാധിക്കുന്ന വലിയവനായിരിക്കുന്ന ദൈവത്തിലും നമ്മളുടെ രക്ഷകനായിരിക്കുന്ന യേശു കർത്താവിലും മാത്രമാണ്. നമുക്കറിയാം, ഈ 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പിൽ 13-ാം അധ്യായമുണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 13-ാം അധ്യായത്തിലെ പ്രമേയം എന്താണ്? നമുക്കറിയാം, 13-ാം അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ചില കാര്യങ്ങളോട് പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ കഴിഞ്ഞ ചില മെസ്സേജുകളിൽ ഈ ഭാഗത്തെയാണ് തുടർമാനമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. 13-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ചില കാര്യങ്ങൾ പറയുകയാണ്. താൻ പറയുന്നു, ഞാൻ നിങ്ങളെ വിട്ടു പോവുകയാണ്, ഞാൻ നിങ്ങളെ വിട്ടു പോകുവാനുള്ള സമയം എടുത്തിരിക്കുന്നു, ആ നാഴിക വന്നിരിക്കുന്നു, ഞാൻ നിങ്ങളെ വിട്ടു പോവുകയാണ്. നിങ്ങൾക്ക് ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് എന്നെ അനുഗമിക്കുവാൻ കഴിയുകയില്ല, എൻ്റെ അടുക്കിലേക്ക് നിങ്ങൾക്ക് വരുവാനായിട്ട് കഴിയുകയില്ല. പ്രിയമുള്ളവർ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ താൻ പറയുകയാണ്. എന്നാൽ അതിന് കൂടുതലായിട്ടുള്ള വിശദീകരണങ്ങളൊന്നും കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് അവിടെ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. നമുക്കറിയാം, കർത്താവ് തൻ്റെ 13-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ താൻ പോകുന്നിടത്തേക്ക് അവർക്ക് വരുവാൻ സാധിക്കുകയില്ല, താൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു നിർത്തുകയല്ല ചെയ്തത്. അതിനോടൊപ്പം വേറെ ചില കാര്യങ്ങൾ കൂടെ താൻ പറയുകയുണ്ട്. എന്താണ് താൻ പറഞ്ഞത്? താൻ പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. അതുമാത്രമല്ല, തൻ്റെ ഏറ്റവും ശക്തനായിരിക്കുന്ന, അല്ലെങ്കിൽ തന്നോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ പ്രധാനിയായിരിക്കുന്ന ശീമോൻ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ ഇന്ന് 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഈ പറഞ്ഞതായിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഈ ശിഷ്യന്മാരുടെ മനസ്സിനെ തകർത്ത് കളയുവാൻ മതിയായതായിരിക്കുന്ന ചിന്തകളായിരുന്നു, അല്ലെങ്കിൽ വാക്കുകളായിരുന്നു. നമ്മൾക്കറിയാം, കഴിഞ്ഞ 3-3.5 വർഷക്കാലം കർത്താവിൽ ശരണപ്പെട്ട് അവനിൽ ആശ്രയം വെച്ച് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി അവനോടൊപ്പം ചേർന്ന് നടന്നതായിരിക്കുന്ന ഈ ശിഷ്യന്മാരെ വിട്ട് കർത്താവ് പോകുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം ഉൾക്കൊള്ളുവാൻ, അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവന മനസ്സിലാക്കുവാൻ തൊക്കണം ശിഷ്യന്മാർക്ക് അത് സാധിച്ചില്ല. അത് തന്നെയുമല്ല, നമുക്കറിയാം, ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനിയായിരിക്കുന്ന ശീമോൻ പത്രോസ് തന്നെ തള്ളിപ്പറയും, 3 പ്രാവശ്യം തന്നെ തള്ളിപ്പറയും എന്നുള്ള കാര്യം അത് മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല, അത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചില്ല. അവരിൽ തങ്ങളിൽ ഒരുവൻ കർത്താവിനെ ഒറ്റിക്കൊടുക്കും, കാണിച്ചു കൊടുക്കുമെന്ന് പറയുന്നതായിരിക്കുന്ന ആ പ്രസ്താവന മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. അങ്ങനെ അത്രമേൽ ഈ കാര്യങ്ങളെല്ലാം കർത്താവ് അവരോട് പറഞ്ഞപ്പോൾ ഇതെല്ലാം കേട്ട് വളരെയധികം ആകുലതയിലായിരിക്കുന്ന, അല്ലെങ്കിൽ കുലുങ്ങിയിരിക്കുന്ന, കൺഫ്യൂസ്ഡായിട്ട് വളരെയധികം പാനിക്ഡ് ആയിട്ടിരിക്കുന്നതായിരിക്കുന്ന ആ ശിഷ്യന്മാരോടാണ് കർത്താവ് ഈ 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നമുക്കറിയാം, അവരുടെ ഹൃദയം കലങ്ങുവാനായിട്ട് ആവശ്യമായിരിക്കുന്ന എല്ലാ രീതിയിലുള്ള സാഹചര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതിനാവശ്യമായിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം കർത്താവ് പറഞ്ഞായിരിക്കുന്ന ഓരോ വാക്കുകളിൽ നിന്നും അവർക്ക് ചിന്തിക്കുവാൻ സാധിക്കുമായിരുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ കലങ്ങിപ്പോകുവാനായിട്ട് അവർക്ക് സാധ്യതയുണ്ടായിരുന്നു. കാരണം കർത്താവ് അവരോട് ഈ കാര്യങ്ങളൊന്നും ആ രീതിയിൽ വളരെ ക്ലിയറായിട്ട് അവിടെ പറഞ്ഞായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ താൻ പറഞ്ഞായിരിക്കുന്ന ആ കാര്യങ്ങളുടെ ക്ലൂസ് വെച്ചിട്ട് കർത്താവ് കൂടുതൽ വ്യക്തത വരാത്ത രീതിയിൽ അത് പറഞ്ഞപ്പോൾ ആ പ്രിയ ശിഷ്യന്മാർക്ക് അവരുടെ ഉള്ളിൽ ആകുലപ്പെടുവാനും ഭാരപ്പെടുവാനും അല്ലെങ്കിൽ വിഷമിക്കുവാനുമായിട്ടുള്ള അനവധി ചിന്തകളുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന ശിഷ്യന്മാരോടാണ് കർത്താവ് ഇവിടെ 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പ്രിയമുള്ളവരെ, അങ്ങനെ ആ രീതിയിൽ അവർ കലങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ അതിനൊപ്പം തന്നെ അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ടും ആവശ്യമുണ്ട് എന്ന് കർത്താവ് അതിൻ്റെ തുടർമാനമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ അവരോട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയല്ല കർത്താവ് ചെയ്തത്. കർത്താവിന് ശരിയായിട്ട് മനസ്സിലായി ഈ ശിഷ്യന്മാരുടെ മാനസിക അവസ്ഥ എന്താണ്, അവർ ഏത് രീതിയിലുള്ള മാനസിക അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്, അവരുടെ മനസ്സിലെ ഭരിക്കുന്നതായിരിക്കുന്ന ചിന്തകൾ എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതായിരിക്കുന്ന കർത്താവ് അവരെ ധൈര്യപ്പെടുത്തുവാനായിട്ട്, അവരെ ഉറപ്പിക്കുവാനായിട്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞപ്പോൾ അപ്രകാരം അവരുടെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ, ആ രീതിയിൽ അവർ ധൈര്യത്തോടുകൂടി ഇരിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യം താൻ തുടർന്ന് അടുത്ത വാക്യങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ അതിൻ്റെ അടുത്ത വാക്യങ്ങൾ കാണുന്നത്. ഇന്ന് എൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു തലക്കെട്ടായിട്ട് ഞാൻ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഭൂമിയിലെ ദുഃഖങ്ങളുടെ മധ്യത്തിലുള്ള നമ്മളുടെ സ്വർഗീയമായിരിക്കുന്ന പ്രത്യാശ. നമ്മൾ ചിന്തിച്ചതുപോലെ നമ്മൾക്ക് ഈ ഭൂമിയിൽ ദുഃഖങ്ങളുണ്ട്,
എന്നാൽ അതിൻ്റെ മധ്യത്തിലും ഒരു സ്വർഗീയ പ്രത്യാശയോടുകൂടി ദൈവമക്കൾക്ക് ഇരിക്കുവാനായിട്ട് സാധിക്കും. ഭൂമിയിലെ ദുഃഖങ്ങളുടെ മധ്യത്തിലുള്ള നമ്മുടെ സ്വർഗീയ പ്രത്യാശ, അവർ ഹെവൻലി ഹോപ്പ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എർത്ത്ലി സോൾസ്. പ്രിയമുള്ളവരെ, അപ്രകാരം ഈ ലോകത്തിലെ കഷ്ടങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ, ദുഃഖങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ, ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയം ഉറപ്പോടുകൂടി ഇരിക്കണമെങ്കിൽ, കലങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്, നാം എന്തൊക്കെയാണ് കാര്യങ്ങളിൽ ആ രീതിയിൽ മുറുകെ പിടിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഏതാനും ചില പോയിന്റുകൾ പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നമുക്ക് അതിൻ്റെ അടുത്ത വാക്യം വായിക്കാം. 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അപ്രകാരം അവരുടെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ അവർക്ക് എന്താണ് ആവശ്യം? അവർ ദൈവത്തിൽ വിശ്വസിക്കണം. അതുമാത്രം പോരാ, അവർ കർത്താവിലും എന്നിലും വിശ്വസിപ്പിൻ. പ്രിയമുള്ളവരെ, അവിടെ ഒരു വലിയ സ്വർഗീയമായിരിക്കുന്ന ഒരു വിശ്വാസത്തെ നമ്മൾ കാണുകയാണ്. സ്വർഗീയമായിരിക്കുന്ന ഒരു വിശ്വാസം, എ ഹെവൻലി ട്രസ്റ്റ്. നിങ്ങളുടെ ഹൃദയം ആ രീതിയിൽ കലങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ പ്രിയമുള്ളവർ, ഈ ലോകത്തിൻ്റെ ഒരു താങ്ങിൽ നിങ്ങൾക്ക് ആശ്രയിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതാണ് കർത്താവ് അവരോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം. അവരെ പഠിപ്പിക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിച്ചായിരിക്കുന്ന കാര്യം ഇതാണ്: ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങൾ വരുമ്പോൾ, ആകുലതകൾ വരുമ്പോൾ, ബുദ്ധിമുട്ടും പരിശോധനകളും വരുമ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു സ്വർഗീയമായിരിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ദൈവത്തിലുള്ള ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ആശ്രയം ഉണ്ടായിരിക്കണം. നമുക്കറിയാം, ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആശ്രയത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നത്. ആശ്രയം അല്ലെങ്കിൽ വിശ്വാസം. നമുക്കറിയാം, ആശ്രയം എന്നുള്ള പദവും വിശ്വാസം എന്ന പദവും അത് ഒരുമിച്ച് പോകുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ്, അല്ലേ? ഒരിക്കലും നമ്മൾ വിശ്വസിക്കാത്തതായിരിക്കുന്ന ഒരു വ്യക്തിയിൽ നമുക്ക് ആശ്രയിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ ആരിലെങ്കിലും നമ്മൾ ആശ്രയിക്കണമെങ്കിൽ നമ്മൾക്ക് എന്തുണ്ടായിരിക്കണം? ആദ്യം അവരിലൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഇന്ന വ്യക്തിക്ക് എന്നെ സഹായിക്കുവാൻ കഴിയും, ഇന്ന വ്യക്തിക്ക് എന്നെ രക്ഷിക്കുവാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് അവരിൽ ശരണം വെക്കുവാൻ, ആശ്രയം വെക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ആശ്രയവും വിശ്വാസവും അത് ഒരുമിച്ച് പോകുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, 13-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് മുന്നോട്ട് ഞാൻ നിങ്ങളെ വിട്ട് പോകുന്നു, നിങ്ങൾക്ക് വരുവാൻ സാധിക്കുകയില്ല, പത്രോസ് എന്നെ തള്ളിപ്പറയും, അതല്ലെങ്കിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കുമെന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ മുന്നോട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് കർത്താവ് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതിൻ്റെ ഒരു സമ്മറി അല്ലെങ്കിൽ ഏറ്റവും സംക്ഷിപ്തമായിരിക്കുന്ന രീതിയിലുള്ള ചില പ്രസ്താവനകൾ മാത്രമേ കർത്താവ് അവിടെ നടത്തുന്നുള്ളൂ. എന്നാൽ ആ ഒരു കാര്യങ്ങൾ അത് വ്യക്തമാകാതെ ഈ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞ ശിഷ്യന്മാർക്ക് ഒരിക്കലും അതിൻ്റെ അവസാനം അറിയുവാൻ സാധിക്കാതെ അവർക്കതിൽ ധൈര്യപ്പെടുവാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കുവാനോ സാധിക്കില്ല. കർത്താവ് അവരോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങൾ ഈ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ദൈവത്തിൽ വിശ്വസിപ്പിൻ, ദൈവത്തിൽ വിശ്വസിപ്പിൻ, അതുപോലെ തന്നെ എന്നിലും വിശ്വസിപ്പിൻ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ കഷ്ടങ്ങളുടെ നടുവിൽ, ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾക്കൂടെ നടുവിൽ നമ്മൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലാകാതിരിക്കുമ്പോൾ, നമ്മൾ അറിയാതിരിക്കുമ്പോഴും നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ടതായിരിക്കുന്ന, ഉറപ്പും ബോധ്യമുള്ളവരായിരിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? വലിയവനായിരിക്കുന്ന ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുന്നു. അവൻ നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുന്നു. നമ്മുടെ ജീവിതത്തിൽ സകല കാര്യങ്ങളെയും താൻ നിയന്ത്രിക്കുന്നു. നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ ഒരു വലിയ അറിവ്, ആ ഒരു തിരിച്ചറിവ്, ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ പ്രിയമുള്ളവരെ നമ്മൾക്ക് ധൈര്യത്തോടെ നമ്മുടെ ഹൃദയങ്ങൾ കലങ്ങി പോകാതിരിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ കർത്താവും അത് തന്നെയാണ് ചെയ്യുന്നത്. ഈ ശിഷ്യന്മാരോട് ഇനിയുള്ള അടുത്ത 24 മണിക്കൂറിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് തനിക്കറിയാം. താൻ ഇവരെ വിട്ട് പോവുകയാണ്. പട്ടാളക്കാർ തന്നെ പിടിക്കും, തന്നെ പരിഹസിക്കും, അതുപോലെ തന്നെ തൻ്റെ ശിഷ്യന്മാർ തന്നെ വിട്ട് ഓടിപ്പോകും. താൻ ക്രൂശിക്കപ്പെടും, താൻ മരിക്കും, അതിനുശേഷം താൻ ഉയർത്തെഴുന്നേൽക്കും. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഓരോ സീൻ ബൈ സീനായിട്ട് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുവാനായിട്ട് കർത്താവ് അവിടെ ശ്രമിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് ആ രീതിയിൽ അതിൻ്റെ മുഴുവൻ വിവരണവും പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുവാനായിട്ടല്ല അവിടെ ശ്രമിക്കുന്നത്. എന്നാൽ താൻ പറയുന്നു, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. പ്രിയമുള്ളവരെ, വലിയവനായിരിക്കുന്ന ഒരു ദൈവം താൻ ആരാണെന്നും താൻ എപ്രകാരമാണ് ദൈവത്തിൻ്റെ മക്കളുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു വലിയ തിരിച്ചറിവ്, ഒരു ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചു കൊള്ളട്ടെ, അതെല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ട് ദൈവം വ്യാപരിപ്പിക്കുമെന്നുള്ള വലിയ ചിന്തയിൽ ധൈര്യത്തോടുകൂടി സമാധാനത്തോടു കൂടി ഇരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ശിഷ്യന്മാർക്ക് ആ ഒരു കാര്യം മനസ്സിലായില്ല. അതുകൊണ്ടാണ് അവർ പിന്നെയും ചോദ്യങ്ങളുടെ പുറകെ ചോദ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. എന്നാൽ
പ്രിയമുള്ളവരെ, അത് ശിഷ്യന്മാർക്ക് ആ കാര്യം മനസ്സിലായില്ല എന്നുള്ളത് മാത്രമല്ല, ഇന്ന് ഒരുപക്ഷെ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ഇന്ന് ഇത്രയും വലിയതായിരിക്കുന്ന വചന സത്യങ്ങൾ, തിരുവഴുത്തിലെ സത്യങ്ങൾ മനസ്സിലാക്കിയതായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചും പലപ്പോഴും നമ്മൾക്കും അത് അപ്രാപ്യമായിട്ടാണ് ഇരിക്കുന്നത്. ഈ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ശരണപ്പെടുവാൻ, ഈ ദൈവത്തിൽ ആശ്രയം വെക്കുവാൻ, ഈ ദൈവത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് കഴിയാറുണ്ടോ? നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ രോഗങ്ങളോ പ്രയാസങ്ങളോ സാമ്പത്തിക ഞെരുക്കങ്ങളോ അല്ലെങ്കിൽ മരണം തന്നെയോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം തന്നെയോ അത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് എപ്പോഴാണ് വരുന്നത് നമ്മൾക്കറിയില്ല. ഒരുപക്ഷെ അത് അടുത്ത ദിവസമാകാം, അല്ലെങ്കിൽ ഒരു 10 വർഷത്തിന് ശേഷമാകാം. അതെപ്പോൾ ദൈവം അനുവദിച്ചാലും അതിനു വേണ്ടിയിട്ട് ദൈവത്തിൽ ശരണപ്പെടുകയും ആശ്രയിക്കുകയും ചെയ്യുവാനുള്ള ഒരു മനോഭാവവും ഒരു ധൈര്യവുമാണ് വലിയവനായിരിക്കുന്ന ദൈവം അതിനോടുള്ള ബന്ധത്തിൽ നമ്മളോട് ആഗ്രഹിക്കുകയും ആ രീതിയിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഇവിടെ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞായിരിക്കുന്ന കാര്യം അത് തന്നെയാണ്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ആദ്യമായിട്ട് ഒരു വലിയതായിരിക്കുന്ന ഒരു സ്വർഗീയമായിരിക്കുന്ന ഒരു ട്രസ്റ്റ്, അല്ലെങ്കിൽ ഒരു സ്വർഗീയമായിരിക്കുന്ന ഒരു വിശ്വാസം കർത്താവ് അവരിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാതെ ഇരിക്കണമെങ്കിൽ, ഉറപ്പുള്ളവരായിട്ട് നിങ്ങൾ ഇരിക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൽ ആശ്രയിക്കുകയും എന്നിലും ആശ്രയിക്കുകയും ചെയ്യുക. അതാണ് ദൈവം കർത്താവ് അവരോട് ആദ്യമായിട്ട് പറയുന്നതായിരിക്കുന്ന ഒരു കാര്യം. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടി നമ്മളും കടന്നു പോകുമ്പോൾ നമ്മൾക്കും ഓർക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾക്കും ചിന്തിക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഒരുപക്ഷെ നാളെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾക്ക് അറിയുവാൻ സാധിക്കുകയില്ല. അങ്ങനെ വെളിപ്പെടുത്തി തരുവാനായിട്ട് ദൈവം മനസ്സ് വെച്ചിട്ടില്ല. എന്നാൽ ഏത് സാഹചര്യത്തിൽ കൂടിയും നമ്മളെ കൈപിടിച്ച് നടത്താം എന്നുള്ള ഉറപ്പ് നമ്മൾക്ക് ദൈവം തന്നിട്ടുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ നമ്മളതാണ് കേട്ടത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളെ കൈവിടാത്തവനായിരിക്കുന്ന ദൈവം, നമ്മളെ കാക്കുന്നവനായിരിക്കുന്ന ദൈവം, നമ്മളെ പരിപാലിക്കുന്നവനായിരിക്കുന്ന ദൈവം, ആ ദൈവം നമ്മളോട് കൂടെയുണ്ട്. അവൻ നമ്മളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നുള്ള വലിയ ആ ഉറപ്പ് ബോധ്യം നമ്മൾക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആകുലതകൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നമ്മുടെ കഷ്ടങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ മധ്യത്തിലും ഉറപ്പോടുകൂടെ, ധൈര്യത്തോടുകൂടി, സമാധാനത്തോടുകൂടെ ഇരിക്കുവാൻ നമുക്ക് സാധിക്കും. ഒരു സ്വർഗീയമായിരിക്കുന്ന ഒരു വിശ്വാസം, ഒരു ഹെവൻലി ട്രസ്റ്റ് നമ്മൾക്കുണ്ടാകേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം കർത്താവ് അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നുണ്ട്. യോഹന്നാൻ 14:2 ആദ്യത്തെ ഭാഗം, 2-ാം വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്? ഇവിടെ ഒരു സ്വർഗീയ ഭവനത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. എന്താണ് പറയുന്നത്? ഒരു സ്വർഗീയ ഭവനത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. നമ്മൾ സ്വർഗം എന്ന സ്ഥലത്തെക്കുറിച്ച് നമ്മൾ ശരിയായ രീതിയിൽ, വിശാലമായ രീതിയിൽ ഒന്ന് ചിന്തിക്കുകയും ഒന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? സ്വർഗം എന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ എന്ത് ചിന്തയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത്? നമുക്കറിയാം, സ്വർഗമെന്ന് പറയുന്നത് അത് വളരെയധികം പ്രത്യേകതകൾ ഉള്ളതായിരിക്കുന്ന ഒരു സ്ഥലമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അത് ദൈവത്തിൻ്റെ ഭവനമാണ്, ദൈവമുള്ള സ്ഥലമാണ്, അല്ലേ? ഇറ്റ്സ് എ പ്ലേസ് വെയർ ദ ഫാദർ ലീവ്സ്, ഇറ്റ്സ് എ പ്ലേസ് വെയർ ദ ഗോഡ് ലീവ്സ്. പ്രിയമുള്ളവരെ, സ്വർഗം എന്ന് പറയുന്നത് അത് വളരെയധികം പ്രത്യേകതകളുള്ള സ്ഥലമാണ്. ഇവിടെ കർത്താവ് സ്വർഗത്തെ വിശേഷിപ്പിക്കുന്ന കാര്യം എന്താണ്? എൻ്റെ പിതാവിൻ്റെ ഭവനം എന്നാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനം. സ്വർഗമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആദ്യം വരേണ്ടതായിരിക്കുന്ന ചിന്ത ഇതാണ്, അത് പിതാവിൻ്റെ ഭവനമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലം അത് എത്ര മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ എത്ര വിശുദ്ധമായിരിക്കുന്ന ഒരു സ്ഥലമായിരിക്കും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്കറിയാം, ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആദ്യം വരുന്ന ചിന്ത അവൻ പരിശുദ്ധനാണ്, വിശുദ്ധിയിൽ വസിക്കുന്നവനാണെന്നുള്ളതാണ്. അവൻ വസിക്കുന്ന സ്ഥലമായിരിക്കുന്ന സ്വർഗവും അതുപോലെ തന്നെ പരിശുദ്ധമായിരിക്കുന്ന, വിശുദ്ധമായിരിക്കുന്ന ഒരു സ്ഥലമായിരിക്കണം. അവിടെ ദൈവത്തിൻ്റെ മഹത്വം പൂർണ്ണമായിരിക്കുന്ന രീതിയിൽ നമ്മൾ കാണുവാൻ സാധിക്കും. നമുക്കറിയാം, പഴയ നിയമത്തിൽ പലരും ദൈവത്തിൻ്റെ മഹത്വം കണ്ടിട്ടുണ്ട്. എന്നാൽ അതൊക്കെ വളരെ ഭാഗികമായിരിക്കുന്ന രീതിയിൽ, ദൈവം അനുവദിച്ചതായിരിക്കുന്ന രീതിയിൽ മാത്രമേ അവർക്കത് കാണുവാനായിട്ട് സാധിച്ചുള്ളൂ. എന്നാൽ സ്വർഗത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം കാണുമ്പോൾ അതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന അളവിൽ നമ്മൾക്കത് കാണുവാനായിട്ട് സാധിക്കും. എത്ര മനോഹരമായിരിക്കുന്ന ഒരു കാര്യമായിരിക്കും അത്. അതുമാത്രമല്ല, ദൈവം വസിക്കുന്ന സ്ഥലമായിരിക്കുന്ന സ്വർഗത്തിൽ എന്തുകൊണ്ട്? അവിടെ സമാധാനമുണ്ട് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. സമാധാനമുള്ളതായിരിക്കുന്ന സ്ഥലം. ഈ ലോകത്തിൽ നമ്മൾക്കറിയാം, ഈ ലോകത്തിൽ നമ്മൾ താമസിക്കുമ്പോൾ നമ്മൾ എത്ര സന്തോഷമുള്ള, സമാധാനമുള്ള അനുഭവത്തിൽ കൂടി കടന്നു പോയാലും അതെല്ലാം മാറിമറിഞ്ഞു പോകുവാൻ ഒരു നിമിഷം മതി. എന്നാൽ വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ വാസസ്ഥലമായിരിക്കുന്ന സ്വർഗം അത് സമാധാനമുള്ള സ്ഥലമാണ്, അത് വിശുദ്ധമാണ്, ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന, പൂർണ്ണമായിരിക്കുന്ന രീതിയിൽ വെളിപ്പെടുത്തുന്നതായിരിക്കുന്ന ഒരു സ്ഥലമാണ്, അത് സമാധാനമുള്ളതായിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുമാത്രമല്ല, സന്തോഷത്തിൻ്റെ വിളനിലമായിരിക്കുന്ന, അല്ലെങ്കിൽ സന്തോഷപൂർണ്ണമായിരിക്കുന്ന, സന്തോഷ പരിപൂർണതയുള്ളതായിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് സ്വർഗത്തെ നമ്മൾ കാണുവാൻ സാധിക്കും. പൂർണ്ണമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിറഞ്ഞായിരിക്കുന്ന
മഹത്വങ്ങൾ നിറഞ്ഞതായിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് സ്വർഗത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അത്ര മഹത്തായിരിക്കുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ് സ്വർഗം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അത് പ്രത്യേകതകളുള്ളതായിരിക്കുന്ന സ്ഥലമാണ്. പ്രിയമുള്ളവരെ, നമ്മളതിനെക്കുറിച്ച് ഫിലിപ്പ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നതായിരിക്കുന്ന ഒരു വാക്യമുണ്ട്. താൻ പറയുന്നു, ഫിലിപ്പ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം, താൻ ഇപ്രകാരം പറയുന്നു: വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുന്നത് എവിടെയാണ്? നമുക്കറിയാം, അത് സ്വർഗത്തിലാണ്, അല്ലേ? ആ സ്വർഗത്തിലിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്നു, അത് അത്യുത്തമമായിരിക്കുന്ന ഒരവസ്ഥയാണ്. അത് ഏറ്റവും വലിയതായിരിക്കുന്ന ഒരു സൂപ്പർലേറ്റീവ് വേർഡാണ്, അവിടെ ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കാണുവാൻ സാധിക്കും. അത് അത്യുത്തമമാണ്. അതിനേക്കാൾ ഉത്തമമായിരിക്കുന്ന മറ്റൊരു കാര്യമല്ല. വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടെ സ്വർഗത്തിലായിരിക്കുന്നത് അത്യുത്തമമായിരിക്കുന്ന ഒരവസ്ഥയാണ്. നമുക്കറിയാം, നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായിരിക്കുന്ന, അനുഗ്രഹപൂർണ്ണമായിരിക്കുന്ന, സമാധാനപൂർണ്ണമായിരിക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അതിനേക്കാളും മെച്ചമായിരിക്കുന്ന, മേത്രമായിരിക്കുന്ന ഒരു ദിവസമായിരിക്കും സ്വർഗത്തിലെ ഏറ്റവും മോശം ദിവസം എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. സ്വർഗത്തിൽ ഒരിക്കലും ഒരു മോശം ദിവസമില്ല, നമ്മൾക്കറിയാം. എന്നാൽ അങ്ങനെ ചിന്തിച്ചാൽ പോലും ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായിരിക്കുന്ന, അനുഗ്രഹപൂർണ്ണമായിരിക്കുന്ന ഒരു ദിവസം സ്വർഗത്തിലെ ഏറ്റവും മോശമായിരിക്കുന്ന ഒരു ദിവസത്തേക്കാൾ മനോഹരമായിരിക്കും. പ്രിയമുള്ളവരെ, അത്യുത്തമമായിരിക്കുന്ന ഒരവസ്ഥ, പിതാവിനോടുകൂടി അവിടെ ആയിരിക്കുന്നത്, അത് പിതാവിൻ്റെ വാസസ്ഥലമായിരിക്കുന്ന സ്ഥലമാണ് സ്വർഗം. അതുമാത്രമല്ല, ഇറ്റ് ഈസ് എ സ്പ്ലെൻഡിഡ് പ്ലേസ്. അത് വളരെ മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലമാണ്. സ്വർഗം എന്ന് പറയുന്നത് വളരെ മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ ഇതേ യോഹന്നാൻ അപ്പോസ്തലന് കൊടുത്തായിരിക്കുന്ന വെളിപ്പാടിനെ ആധാരമാക്കി താൻ എഴുതിയിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ നമ്മൾ വായിക്കുമ്പോൾ എത്രയോ മനോഹരമായിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളോട് കാണുന്നത്. പ്രത്യേകം 21-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സ്വർഗത്തിൻ്റെ വർണ്ണന, പുതിയ യെരൂശലേമിൻ്റെ വർണ്ണനയൊക്കെ നമ്മളോട് വായിക്കുന്നത്. പ്രിയമുള്ളവരെ, അത് എത്രയോ മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾക്കറിയാം, ഈ ഭൂമിയിൽ അനേക അത്ഭുതങ്ങളുണ്ട്, ഇനിയും അനേക അത്ഭുതങ്ങൾ ഉണ്ടാകുവാനായിട്ട് പോവുകയാണ്. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട്, അതിനേക്കാളെല്ലാം മനുഷ്യന് ചിന്തിക്കുവാനോ നനയ്ക്കുവാനോ ആലോചിച്ചെടുക്കുവാനോ സാധിക്കാത്ത രീതിയിൽ അത്ര മനോഹരമായിരിക്കുന്ന, അത്ര ശോഭയുള്ളതായിരിക്കുന്ന, അത്ര തേജസ്സുള്ളതായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലം. സ്വർഗം വളരെ മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ അതിൻ്റെ വിവരണങ്ങൾ 21-ാം അധ്യായത്തിൽ, വെളിപ്പാട് 21-ൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. കൂടുതലായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയേണ്ടതായിരിക്കുന്ന ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് പിടിക്കുകയാണ്. അതുമാത്രമല്ല, സ്വർഗം വളരെ സുരക്ഷിതമായിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇറ്റ് ഈസ് എ വെരി സേഫ് പ്ലേസ്. അത് വളരെ പ്രത്യേകതകളുള്ളൊരു സ്ഥലമാണ്, വളരെ മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുമാത്രമല്ല, സ്വർഗം വളരെ സേഫായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾക്കറിയാം, കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞപ്പോൾ താൻ അവിടെ ഉദ്ദേശിക്കുന്നതായിരിക്കുന്ന, അതിൻ്റെ തുടർന്ന് താൻ പറയുന്നതായിരിക്കുന്ന ഒരു കാര്യം, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എവിടെയാണ് നമ്മളെ ചേർത്തുകൊള്ളുന്നത്? താൻ ഇരിക്കുന്നിടത്ത്, സ്വർഗത്തിൽ. അത് വളരെ സുരക്ഷിതമായിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ലോകത്തിൽ പലപ്പോഴും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ സുരക്ഷിതമെന്ന് കരുതുന്നതായിരിക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ പല സ്ഥലങ്ങളും അത് വളരെ അരക്ഷിതമായിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. നമ്മൾക്കറിയാം, ഇന്നിപ്പോൾ ഉണ്ടായതായിരിക്കുന്ന ഇൻഡോ പാക് ഈ യുദ്ധഭീഷണിയും അല്ലെങ്കിൽ യുദ്ധവും ഇതെല്ലാം തുടങ്ങിയത് പഹൽഗാമിലെ ആ ഭീകര ആക്രമണത്തോടുള്ള ബന്ധത്തിലാണ്. പഹൽഗാം എന്ന് പറയുന്ന സ്ഥലം വളരെ മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്നാണ് ആ സ്ഥലത്തെ വിശേഷിപ്പിക്കുന്നത്. വളരെ മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലമാണ്. പഹൽഗാമിൽ ഈ ഭീകരാക്രമണം നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഞങ്ങളുടെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു കുടുംബം അവിടെ വിസിറ്റിന് വേണ്ടിയിട്ട് പോയിരുന്നു. ആ പയ്യന് ഷിപ്പിലാണ്, താൻ അവധിക്ക് വന്നപ്പോൾ തൻ്റെ ഫാമിലിയും കൂട്ടിക്കൊണ്ട് പഹൽഗാമിൽ ഒരു ട്രിപ്പിന് അവർ പോയിരുന്നു. ഒരാഴ്ചയോളം അവരവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ആ ശനിയാഴ്ച ഈ പറഞ്ഞതായിരിക്കുന്ന പഹൽഗാമിൽ ഈ ആക്രമണം ഉണ്ടായതായിരിക്കുന്ന സ്ഥലത്ത് പോയി അവിടെ പോവുകയും അവിടെ സമയം ചെലവഴിക്കുകയും ചെയ്ത് അതിൻ്റെ എല്ലാം വീഡിയോയും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യുകയുണ്ടായി. ഞങ്ങളത് കണ്ടു. വളരെ മനോഹരമായിരിക്കുന്ന സ്ഥലം. ആ സ്ഥലത്താണ് അവർ ശനിയാഴ്ച പോയതായിരിക്കുന്ന ആ സ്ഥലത്ത് അവർ പോയതായിരുന്ന ആ വൈകുന്നേര സമയത്ത് തന്നെയാണ് പിറ്റേ ചൊവ്വാഴ്ച 2 ദിവസത്തിനപ്പുറം ഭീകരവാദികൾ ആക്രമണം നടത്തി വലിയതായിരിക്കുന്ന ഒരു കൂട്ടക്കുരുതി ഉണ്ടായതും ഇത്ര വലിയതായിരിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് അത് നയിച്ചതും. പ്രിയമുള്ളവർ, ഈ ലോകത്തിലെ ഒരു സ്ഥലവും സുരക്ഷിതമല്ല എന്ന് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ സ്വർഗം വളരെ സുരക്ഷിതമായിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ലോകത്തിൽ നമ്മളെ ശല്യപ്പെടുത്തുന്നതായിരിക്കുന്ന, നമ്മളെ ബാധിക്കുന്നതായിരിക്കുന്ന എന്തെങ്കിലും കാരണങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. സ്വർഗത്തിലേക്ക് ഈ കാര്യങ്ങളൊന്നും പ്രവേശിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. നമ്മൾ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ നമ്മളത് വായിക്കുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നു, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനിയും ഉണ്ടാകുകയില്ല, ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. പ്രിയമുള്ളവർ, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ
നമ്മൾക്ക് മരണമുണ്ട്, നമ്മൾക്ക് ദുഃഖമുണ്ട്, നമ്മൾക്ക് മുറവിളിയുണ്ട്, നമ്മൾക്ക് രോഗങ്ങളുണ്ട്, നമ്മൾക്ക് സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ട്, മറ്റുള്ളവരിൽ നിന്നുള്ള ഉപദ്രവങ്ങളുണ്ട്. എന്നാൽ ഇതൊന്നും ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കാത്ത വിധത്തിൽ വളരെ സുരക്ഷിതമായിരിക്കുന്ന രീതിയിൽ നമ്മളെ അവിടെ ആക്കുവാനായിട്ട് വലിയവനായിരിക്കും ദൈവം പ്രസാദിച്ചിരിക്കുകയാണ്. എത്ര മനോഹരമായിരിക്കുന്ന സുരക്ഷിതമായിരിക്കുന്ന സ്ഥലം! സ്വർഗം പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ്. അത് പിതാവിൻ്റെ വാസസ്ഥലമാണ്. അത് മാത്രമല്ല, അത് വളരെ മനോഹരമായിരിക്കുന്ന, അതിൻ്റെ വിവരണം പോലും നമ്മൾക്ക് വിവരിച്ചു തീർക്കുവാൻ സാധിക്കാത്ത രീതിയിൽ മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുമാത്രമല്ല, വളരെ സുരക്ഷിതമായിരിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം സ്വർഗം ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്. പ്രിയമുള്ളവർ, എത്ര അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ചിന്തകളാണ്. നമ്മൾ ഈ ലോകത്തിൽ ആകുലതകളുടെ നടുവിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾക്ക് ഓർക്കുവാൻ സാധിക്കും, ഈ ആകുലതകളെ മറികടക്കുവാനായിട്ട്, ഇതിനെ അതിജീവിക്കുവാനായിട്ട് സ്വർഗീയമായിരിക്കുന്ന ഒരു പ്രത്യാശ, ഒരു ഉറപ്പ്, ഒരു ധൈര്യം വലിയവനായിരിക്കുന്ന ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നു. നമ്മൾക്ക് കർത്താവിലും വലിയവനായിരിക്കുന്ന പിതാവിലും ആശ്രയിക്കുവാനുള്ള ഒരു പദവി നമുക്ക് തന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മൾക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നതായിരിക്കുന്ന ഒരു സ്വർഗത്തിൻ്റെ ആ കാഴ്ചപ്പാടിൽ ജീവിക്കുന്നവരായി, ആ പ്രത്യാശയിൽ ജീവിക്കുന്നവരായി മുന്നോട്ട് പോകുവാനായിട്ട് വലിയവനായിരിക്കും ദൈവം നമ്മളെ സഹായിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, മൂന്നാമത്തെ പോയിന്റായിട്ട് ഞാൻ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്, വി ആർ ഗെറ്റിംഗ് പ്രിപ്പയർഡ് ഫോർ എ ഹെവൻലി റീയൂണിയൻ. ഒരു സ്വർഗീയമായിരിക്കുന്ന ഒരു പുനഃസമാഗമനത്തിനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വായിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷം 14:3 ആദ്യത്തെ ഭാഗത്ത് നമ്മളത് വായിക്കുന്നുണ്ട്. 14:3 വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഒരു പ്രോമിസ്, ഒരു റീയൂണിയൻ്റെ ഒരു പ്രോമിസ്, ഒരു സമാഗമനത്തിൻ്റെ ഒരു പ്രോമിസ് നമ്മൾക്ക് അവിടെ കാണുവാൻ സാധിക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രിയമുള്ളവർ, നമുക്കറിയാം, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം 70 വർഷം അല്ലെങ്കിൽ 80 വർഷം അല്ലെങ്കിൽ 100 വർഷം, ഇതിനുശേഷം ഒരു പക്ഷേ നാം മരണമൊഴിയായി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. അതല്ല, നമ്മുടെ ജീവിതകാലത്ത് തന്നെ കർത്താവ് വരുവാനായിട്ട് കർത്താവ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഉൽപ്രാപണത്തിൽ കൂടി നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ട് വലിയവനായിരിക്കും ദൈവത്തിന് പ്രസാദമാകും. ഇത് രണ്ടുമാണെങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. നമ്മൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുവാനായിട്ട് പോയതായിരിക്കും നമ്മുടെ രക്ഷകൻ. അവൻ വീണ്ടും തിരികെ വന്ന് നമ്മളെ ചേർക്കുവാനായിട്ടുള്ള ഒരു ദിവസം വരികയാണ്. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന സ്വർഗീയമായിരിക്കുന്ന ഒരു പുനഃസമാഗമനത്തിൻ്റെതായിരിക്കുന്ന ദിവസം. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ചിന്തയാണ്. നമുക്കറിയാം, അത്ര ആ ഒരു വലിയ ദിവസത്തിൻ്റെ പ്രത്യാശയിലാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നമ്മൾക്ക് ഓരോ പ്രാർത്ഥനയിലും നമ്മളത് തന്നെയാണ് പറയുന്നത്, ആമേൻ കർത്താവായ യേശുവേ വരയണമേ, അവിടുന്ന് വരണമേ. അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞതോടുകൂടി ഞങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ചിന്ത. നമ്മൾക്ക് വേണ്ടി സ്വന്തം ജീവനെ ഏൽപ്പിച്ചു തന്ന് നമ്മളെ വീണ്ടെടുത്തവനായിരിക്കുന്ന കർത്താവ് നമ്മൾക്ക് വേണ്ടി വീണ്ടും വരുവാൻ പോവുകയാണ്. അവനോടൊപ്പം നാം ചേരുവാനായിട്ട് പോവുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന സ്വർഗീയമായിരിക്കുന്ന ഒരു പുനഃസമാഗമനത്തിൻ്റെതായിരിക്കുന്ന ദിവസം നമ്മൾക്ക് വരാൻ പോവുകയാണ്. നാം അവനോടുകൂടി ആയിരിക്കും എന്നുള്ളത് മാത്രമല്ല, നാം അവനെപ്പോലെയും ആയിരിക്കും. പ്രിയമുള്ളവരെ, നാം കർത്താവിനോടുകൂടെ ആയിരിക്കുമ്പോൾ അവനോട് കൂടെ നാം ആയിരിക്കും എന്നുള്ളത് മാത്രമല്ല, നമ്മളെ ധൈര്യപ്പെടുത്തുകയും നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്യുന്നതായിരിക്കുന്ന കാര്യം അവിടെ നമ്മൾ കാണുന്നുണ്ട്. നാം അവനോട് തുല്യരായിത്തീരും. നമ്മളത് വായിക്കുന്നുണ്ട്. അതിൻ്റെ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 51 മുതൽ 54 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ആ വാക്യങ്ങളാണ് വായിക്കുന്നത്. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഓർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. പ്രിയമുള്ളവരെ, കർത്താവ് വരുമ്പോൾ, നമ്മളെ ചേർക്കുവാനായിട്ട് വരുമ്പോൾ നാം അവനോടുകൂടി ആയിരിക്കും എന്നുള്ളത് മാത്രമല്ല, നാം അവനെ പോലെ ആയിരിക്കും. നമ്മളുടെ താഴ്ചയുള്ളതായിരിക്കുന്ന ഈ ശരീരങ്ങൾ അതെല്ലാം തേജസ്കരിക്കപ്പെട്ട് ഈ ദ്രവത്വമുള്ളതെല്ലാം മാറി പൂർണ്ണമായിരിക്കുന്ന രീതിയിൽ കർത്താവിനെ പോലെ ആയിത്തീരുന്നതായിരിക്കുന്ന ഒരു ദിവസം, നാം അവനോട് തുല്യരായി തീരുന്നതായിരിക്കുന്ന ഒരു ദിവസം. അത്ര അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു റീയൂണിയന് വേണ്ടിയിട്ടാണ് നാം കാത്തിരിക്കുന്നത്. ഒരു സ്വർഗീയമായിരിക്കുന്ന ഒരു റീയൂണിയൻ. പ്രിയമുള്ളവരെ, എത്ര അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ചിന്തയാണ് അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾക്കറിയാം, നമ്മുടെ ഹൃദയത്തിൽ ആകുലതകൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ ആശ്രയിപ്പിൻ, എന്നിലും ആശ്രയിപ്പിൻ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾക്കൊരു സ്വർഗീയമായിരിക്കുന്ന ഒരു ഉറപ്പുണ്ടായിരിക്കണം, ഒരു വിശ്വാസം ഉണ്ടായിരിക്കേണ്ടതായിരിക്കുന്ന ആവശ്യമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു വിഷനിൽ, ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾ ജീവിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഞാൻ നിങ്ങളെ വീണ്ടും ചേർക്കുവാനായിട്ട് വരികയാണ്. ആ ഒരു പ്രത്യാശയിൽ, ഉറപ്പിൽ നിങ്ങൾ ജീവിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അതുമാത്രമല്ല, നിത്യകാലം നമ്മൾ സ്വർഗീയമായിരിക്കുന്ന ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിലായിരിക്കും. നാലാമതായിട്ട് പറയുവാൻ സാധിക്കുന്നതാണ് ഒരു ഹെവൻലി ഫെലോഷിപ്പ്. We will be in a fellowship with God the Father, our Redeemer Jesus Christ.
ആൻഡ് ദ ഇറ്റേണിറ്റി സെയിൻസ്. നമുക്കറിയാം, ഒരു സ്വർഗീയമായിരിക്കുന്ന ഒരു കൂട്ടായ്മയിൽ നമ്മളായിരിക്കുന്നു. സ്വർഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വർഗത്തിൽ ആരൊക്കെയുണ്ട്? സ്വർഗത്തിലെ അന്തോവാസികൾ ആരൊക്കെയാണ്? നമുക്കറിയാം, ദൈവം അവിടെയുണ്ട്, അല്ലേ? പിതാവായിരിക്കുന്ന ദൈവം അവിടെയുണ്ട്. പരമാധികാരിയായിരിക്കുന്ന വിശുദ്ധനായിരിക്കുന്ന ദൈവം അവിടെയുണ്ട്. അവൻ്റെ വാസസ്ഥലമാണ് സ്വർഗമെന്ന് നമ്മൾ കാണുവാൻ സാധിക്കും. നമ്മൾ വായിക്കുന്നുണ്ട് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മളത് ആ കാര്യം വായിക്കുന്നുണ്ട്. ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടി വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. പ്രിയമുള്ളവരെ, ദൈവം വസിക്കുന്ന സ്ഥലമായിരിക്കുന്ന സ്വർഗം, അവിടെ നാമം അവനോടുകൂടി ആയിരിക്കും. അവൻ്റെ കൂടാരത്തിൽ, അവൻ നിത്യമായി വാഴുന്നതായിരിക്കുന്ന ആ കൂടാരത്തിൽ നാം അവനോടുകൂടി ആയിരിക്കും. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ചിന്തയാണ്. സങ്കീർത്തനത്തിൽ നമ്മൾ 115:14 നമ്മൾ വായിക്കുന്നുണ്ട്, സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. എന്നാൽ നമ്മൾക്കറിയാൻ സാധിക്കും, സ്വർഗം യഹോവയുടെ സ്വർഗമായി ഇരിക്കുന്നതായിരിക്കുന്ന അവസ്ഥ മാറി സ്വർഗം നമ്മളുടെയും കൂടെ സ്വർഗമായി മാറുന്ന, ഭൂമി മനുഷ്യർക്കായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ രീതിയിൽ അവനെ മനുഷ്യർക്ക് അനുവദിച്ചപ്പോൾ, എന്നാൽ ഇന്ന് ആ സ്വർഗത്തിലേക്ക് മനുഷ്യരെയും കൂടെ ഉൾപ്പെടുത്തുവാൻ തക്കോണം ആ രീതിയിൽ അനുഗ്രഹം കാണിച്ചായിരിക്കുന്ന ഒരു പിതാവിനോട് കൂടെ നമ്മളവിടെ ആയിരിക്കും. സ്വർഗത്തിൽ പിതാവായിരിക്കുന്ന ദൈവമുണ്ട്. അത് എത്ര അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ചിന്തയാണ് നമ്മൾ കാണുവാൻ സാധിക്കും. അതുമാത്രമല്ല, സ്വർഗത്തിൽ മറ്റാരുണ്ട്? നമുക്കറിയാം, നമ്മുടെ രക്ഷകനായിരിക്കുന്ന, നമ്മളെ വീണ്ടെടുത്തവനായിരിക്കുന്ന നമ്മുടെ രക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തു സ്വർഗത്തിലുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾക്ക് വേണ്ടി സ്വന്തം ജീവനെ ഏൽപ്പിച്ച സ്വർഗത്തിൻ്റെ സകല മഹിമകളും വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്ന് പാപികളായിരിക്കും നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ വന്ന് നമ്മൾക്ക് വേണ്ടി സ്വന്തം ജീവനെ ഏൽപ്പിച്ചവനായിരിക്കുന്ന നമ്മളുടെ രക്ഷകനായിരിക്കുന്ന യേശു കർത്താവ് സ്വർഗത്തിലുണ്ട്. നാം അവനോടുകൂടി ആയിരിക്കും. പിതാവായിരിക്കും ദൈവത്തോടു കൂടെ നാം ആയിരിക്കുന്നതിനോടൊപ്പം തന്നെ കർത്താവിനോടുകൂടെ നാം അവിടെ ആയിരിക്കും. നമ്മൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവനെ ഏൽപ്പിച്ച് നമ്മളെ വീണ്ടെടുത്തവനായിരിക്കുന്ന ആ കർത്താവിനെ സ്തുതിക്കുന്ന, അവനെ വാഴ്ത്തുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാം ആയിരിക്കും. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, വെളിപ്പാടിൻ്റെ 5:12 നമ്മളത് വായിക്കുന്നുണ്ട്. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിലെ ഏറ്റവും വലുതായിരിക്കുന്ന പ്രമേയം അതുതന്നെയാണ് നമ്മൾ കാണുവാൻ സാധിക്കും. നാം സ്വർഗത്തിലായിരിക്കുമ്പോൾ നിത്യമായി നമ്മളെ രക്ഷിച്ചവനായിരിക്കും നമ്മുടെ യേശു കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നതായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു സമയമായിരിക്കും അത്. അവനെ ആരാധിക്കുന്നതായിരിക്കുന്ന സമയമായിരിക്കും അത്. സ്വർഗത്തിൽ നമ്മളോടൊപ്പം നമ്മുടെ കർത്താവുണ്ട്. പിതാവായിരിക്കും ദൈവം സ്വർഗത്തിലുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വീണ്ടെടുത്തവനായിരിക്കും നമ്മുടെ രക്ഷകനായിരിക്കുന്ന യേശു കർത്താവ് സ്വർഗത്തിലുണ്ട്. നമുക്കറിയാം, സ്വർഗം അനവധി അനുഗ്രഹങ്ങളുടെ സ്ഥലമാണ്, അനവധി നന്മകളുടെ സ്ഥലമാണ്, മനോഹരമായിരിക്കുന്ന സ്ഥലമാണ്. എന്നാൽ സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ അനുഗ്രഹം എന്ന് പറയുന്നത് പിതാവായിരിക്കുന്ന ദൈവവും നമ്മുടെ രക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അവരാണ് സ്വർഗത്തെ സ്വർഗീയമായി ആക്കി തീർക്കുന്നത്. അവരുടെ സാന്നിധ്യമാണ് സ്വർഗത്തെ ആ രീതിയിൽ അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുന്നത്. അവരോടൊപ്പം നാം സ്വർഗത്തിലായിരിക്കും. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മളോടുകൂടെ വീണ്ടെടുക്കപ്പെട്ടതായിരിക്കുന്ന നിത്യകാലങ്ങൾ വീണ്ടെടുക്കപ്പെട്ടതായിരിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധന്മാരെല്ലാവരും സ്വർഗത്തിലുണ്ട്. The saints of the God will be there. ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ നമ്മളോടൊപ്പം സ്വർഗത്തിലുണ്ട്. അവർ പിതാവായ ദൈവത്തോടുകൂടെ, നമ്മളുടെ രക്ഷകനായിരിക്കുന്ന യേശു കർത്താവിനോടുകൂടെ ആയിരിക്കുന്നതിനൊപ്പം തന്നെ നാം തനിയെ ആയിരിക്കില്ല സ്വർഗത്തിലായിരിക്കുന്നത്. നമ്മളോടുകൂടെ നിത്യകാലം വീണ്ടെടുക്കപ്പെട്ടതായിരിക്കുന്ന സകല വിശുദ്ധന്മാരും അവിടെ ഉണ്ടായിരിക്കും. നമ്മൾ കാണുന്നുണ്ട്, കർത്താവോട് പറയുന്നതായിരിക്കുന്ന വാക്യം, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇവിടെ നിങ്ങൾ എന്നുള്ളൊരു പദമാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഒരു പ്ലൂറലായിട്ടുള്ള ഒരു ബഹുവചനമാണ് നമ്മൾ കാണുവാൻ സാധിക്കും, അല്ലേ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിച്ച് എന്നെ രക്ഷിതാവായി സ്വീകരിച്ച, എന്നിൽ ശരണം വെച്ചതായിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരും സ്വർഗത്തിൽ കാണും. എല്ലാ വിശുദ്ധന്മാരും സ്വർഗത്തിൽ കാണും. നാം കർത്താവിനോടുകൂടെ ആയിരിക്കുമ്പോൾ നമ്മൾ മാത്രമായിരിക്കില്ല അവിടെ ആയിരിക്കുന്നത്. നമ്മളോടൊപ്പം കോടാകോടി കാലങ്ങളിൽ കർത്താവിൽ ആശ്രയം വെച്ചതായിരിക്കുന്ന ഈ രക്ഷയുടെ അവകാശികളായി തീർന്ന എല്ലാ വിശുദ്ധന്മാരും സ്വർഗത്തിലുണ്ടായിരിക്കും. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ചിന്തയാണത്. നാം സ്വർഗത്തിൽ ഒരിക്കലും തനിയായി പോകുന്ന സാഹചര്യമില്ല. സ്വർഗത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധന്മാരെല്ലാവരും അവിടെ കാണും. പഴയ നിയമ വിശുദ്ധന്മാർ അവിടെ കാണും. നമുക്കറിയാം, നാം വളരെയധികം കാണുവാനായിട്ട് ആഗ്രഹിച്ചായിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെറിയ പ്രായം മുതൽ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്ന പഴയ നിയമ വിശുദ്ധന്മാർ, എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ആളുകൾ അവിടെയുണ്ട്. അബ്രഹാമുണ്ട്, ഇയ്യോബുണ്ട്, മോശയുണ്ട്, ദാവീദുണ്ട്. ഇവരെല്ലാവരും സ്വർഗത്തിലുണ്ടാവും. അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ വിശുദ്ധന്മാരെല്ലാവരും, സ്തെഫാനോസ്, പൗലോസ്, ഇവരെല്ലാവരും സ്വർഗത്തിലുണ്ട്. ഇവരുടെ ഒപ്പമാണ് നാം സ്വർഗത്തിലാകുവാനായിട്ട് പോകുന്നത്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു സമയമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മളോടൊപ്പം
നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സ്നേഹിതർ, നമ്മളെ മൺമറിഞ്ഞു പോയതായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവർ, ഇവരെല്ലാം ആ മനോഹരമായിരിക്കുന്ന ദേശത്ത് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു സമയമാണത് നമ്മൾ കാണുവാൻ സാധിക്കും. ആ പ്രത്യാശയുള്ളതായിരിക്കുന്ന ഇവരോടൊപ്പം സ്വർഗത്തിലായിരിക്കുന്ന ഒരവസ്ഥയിലാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ നാം എത്തുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധന്മാരെല്ലാവരും അവിടെ കാണും. ആരും അവിടെ ഇല്ലാതിരിക്കുകയില്ല. സ്വർഗത്തിലെ മഹത്വത്തിലെ ആ മേശയിലെ ഒരു ഇരിപ്പിടം പോലും ഒഴിഞ്ഞു കിടക്കുകയില്ല. എല്ലാം നിറഞ്ഞതായിരിക്കും. സ്വർഗത്തിൽ എല്ലാ വിശുദ്ധന്മാരും ഉണ്ടായിരിക്കും. ആരും അവിടെ ഇല്ലാതിരിക്കുകയില്ല. നമ്മളതിൽ വായിക്കുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. പ്രിയമുള്ളവരെ, കാലാകാലങ്ങളിലായി കർത്താവിൽ ശരണപ്പെട്ടവരായിരിക്കുന്ന, കർത്താവിൽ ആശ്രയം വെച്ചവരായിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരും സ്വർഗത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ചിന്തയാണ്. നമ്മൾ കണ്ടു, കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നാൽ അങ്ങനെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ അവർ ചെയ്യേണ്ടതായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവർ പിടിച്ചുകൊള്ളേണ്ടതായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അവർക്കൊരു സ്വർഗീയമായിരിക്കുന്ന പ്രത്യാശയുള്ളവരായിരിക്കണം. അവർ ദൈവത്തിൽ വിശ്വസിക്കണം. സ്വർഗീയമായിരിക്കുന്ന ഒരു ആശ്രയമുള്ളവരായിട്ട് അവരിരിക്കേണ്ട ആവശ്യമുണ്ട്. അവർ ദൈവത്തിലും കർത്താവിലും ശരണപ്പെടേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ട്. അതുമാത്രമല്ല, അവർക്ക് വേണ്ടി ഒരു സ്വർഗീയമായിരിക്കുന്ന ഭവനം ഒരുക്കപ്പെടുന്നു എന്നുള്ള വലിയ ബോധ്യത്തിൽ, ആ കാഴ്ചപ്പാടിൽ ജീവിക്കുവാനായിട്ട് അവരെക്കുറിച്ച് ആവശ്യമുണ്ട്. നമ്മളുടെ രക്ഷകൻ നമ്മൾക്ക് വേണ്ടി ഒരു ഭവനം അവിടെ ഒരുക്കുകയാണ്. നമ്മൾക്കറിയാം, നമ്മുടെ കർത്താവ് ഇന്ന് നമ്മൾക്ക് വേണ്ടി ആ ഒരു ഭവനം ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ പോയി ഓരോ കെട്ടിടങ്ങളായിട്ട് താൻ പണിയുന്നു എന്നുള്ള അർത്ഥത്തിലല്ല അത് പറയുന്നത്. കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. താൻ എന്താണ് ചെയ്തത്? ആ സ്ഥലം ഒരുക്കുവാൻ വേണ്ടിയിട്ട് കർത്താവ് എന്താണ് ചെയ്തത്? നമുക്കറിയാം, ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ശിഷ്യന്മാരോട് ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം കർത്താവ് എന്താണ് ചെയ്തത്? അവന് ഗെത്സമന തോട്ടത്തിലേക്ക് പോയി പ്രാർത്ഥിച്ചു. അതിനുശേഷം ആൾക്കാർ തന്നെ പിടിക്കുകയും താൻ ഏറ്റവും ക്രൂരമായിരിക്കുന്ന ഒരു വിചാരണ നേരിടുകയും അതിനുശേഷം വളരെ ക്രൂരമായിരിക്കുന്ന ഒരു മരണം താൻ വരിക്കുകയും ചെയ്തു. പ്രിയമുള്ളവർ, തൻ്റെ ശരീരം നമ്മൾക്ക് വേണ്ടി തകർക്കപ്പെട്ടു. തൻ്റെ ജീവനെ നമ്മൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് നമ്മൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും ജീവൻ്റെ പുതുവഴി തുറന്നവനായിരിക്കുന്ന നമ്മളുടെ രക്ഷകന് ഈ ഒരു വലിയ ഒരു സ്വർഗീയമായിരിക്കുന്ന ഭവനം നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. അതാണ് താൻ ചെയ്തായിരിക്കുന്ന ശുശ്രൂഷ. അതാണ് താൻ പറഞ്ഞത്, ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പോകുന്നിടത്തേക്ക് വരുവാൻ സാധിക്കുകയില്ല, പിന്നത്തേതിൽ നിങ്ങൾ എന്നെ അനുഗമിക്കും. പിന്നത്തേതിൽ അവനെ അനുഗമിക്കുവാൻ തക്കോണം ഒരു പുതിയ വഴി, ജീവൻ്റെ ഒരു പുതിയ മാർഗം അവൻ തുറന്നിട്ടിരിക്കുകയാണ്. ആ വഴിയെ പോകുവാൻ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാണ്ട് വലിയവനായിരിക്കും ദൈവം നമ്മളെ സഹായിച്ചിരിക്കുകയാണ്. ആ സ്വർഗം നമ്മൾക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നു എന്നുള്ള ഒരു വലിയ പ്രത്യാശയിൽ, കാഴ്ചപ്പാടിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. നാം ഒരു സ്വർഗീയമായിരിക്കുന്ന ഒരു പുനഃസമാഗമനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കുന്ന ആളുകളാണ്. അതിനുവേണ്ടി പ്രത്യാശയോട് കാത്തിരിക്കുന്നവരായിരിക്കുന്ന ആളുകളാണ്. നമ്മുടെ കർത്താവ് വരും, നമ്മളെ ചേർക്കും. നമ്മൾ ഒരു പക്ഷേ മരണത്തിൽ കൂടി ആയിരിക്കാം നമ്മൾ ഈ ലോകത്തിൽ മാറ്റപ്പെടുന്നത്. അതല്ല എങ്കിൽ കർത്താവിൻ്റെ വരവെങ്കിൽ നാം എടുക്കപ്പെടും, നാം അവനോടുകൂടി ആയിരിക്കും. അങ്ങനെയുള്ള ഒരു വലിയ ഒരു റീയൂണിയന് വേണ്ടി, ഹെവൻലി റീയൂണിയന് വേണ്ടി നാം ഒരുക്കപ്പെടാൻ പോവുകയാണ്. അതുമാത്രമല്ല, നിത്യകാലം നിലനിൽക്കുന്ന സ്വർഗീയമായിരിക്കുന്ന ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് നാം ചേരുവാൻ പോവുകയാണ്. പിതാവിനോടും നമ്മുടെ രക്ഷകനായിരിക്കുന്ന യേശു കർത്താവിനോടും കോടാകോടി വിശുദ്ധന്മാരോടും ഒരുമിച്ച് ആ സ്വർഗത്തിലെ മനോഹരമായിരിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ആ പദവിയിൽ, അവകാശത്തിൽ നാം ആയിരിക്കുവാൻ പോവുകയാണ്. നമ്മൾ ചിന്തിച്ച പോലെ ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ ദുഃഖങ്ങളുണ്ട്, ആകുലതകളുണ്ട്, വേദനകളുണ്ട്. എന്നാൽ വലിയവനായിരിക്കും ദൈവം നമ്മളോട് പറയുകയാണ്, കർത്താവ് നമ്മളോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കാരണം ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ആ രീതിയിൽ വിശ്വാസം വെക്കുവാൻ, ആശ്രയം വെക്കുവാനായിട്ട് വലിയവനായിരിക്കും ദൈവം കാലാകാലങ്ങളിൽ നമ്മളെ സഹായിച്ചല്ലോ. എന്നാൽ പലപ്പോഴും നമ്മളുടെ വിഷൻ മാറിപ്പോകുവാനോ അല്ലെങ്കിൽ നമ്മളുടെ ധൈര്യം ക്ഷയിച്ചു പോകുവാനോ ഇടയായി പോയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ഈ ദൈവത്തിൽ ശരണപ്പെടുന്നതിന് പകരം ലോകത്തിൻ്റെ താങ്കളിൽ ആശ്രയിക്കുവാൻ, നമ്മുടെ തന്നെ ശക്തിയിൽ ഊന്നുവാനായിട്ട് നമ്മൾക്കിടയായി തന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുറവുകളെ ദൈവത്തോട് ഏറ്റു പറയാം. വലിയവനായിരിക്കുന്ന ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം. അവനിൽ ആശ്രയം വെച്ച്, നമ്മളുടെ രക്ഷകനായിരിക്കുന്ന യേശു കർത്താവിൽ ആശ്രയം വെച്ച് നമ്മുടെ ഈ ലോകത്തിലെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. വലിയവനായിരിക്കുന്ന ദൈവം നമ്മളെ സഹായിക്കട്ടെ.